ഹായ് ഡിയർ ഫ്രണ്ട്സ്, NS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തർപ്രദേശിലെ ആഗ്ര ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഫത്തേപൂർ സിക്രിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. 1571 മുഗൾ ചക്രവർത്തിയായ അക്ബർ സ്ഥാപിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. 1573 അക്ബർ ഗുജറാത്തിൽ നിന്ന് വിജയിയായി തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദ സിറ്റി ഓഫ് വിക്ടറി എന്ന അർത്ഥം വരുന്ന ഫത്തേപൂർ സിക്രി എന്ന് ഈ നഗരത്തിന് പേരിട്ടത്. 14 വർഷക്കാലം ഇത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ഏറെക്കാലം മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അക്ബർ ചക്രവർത്തി മുഗൾ ഭരണകാലത്തെ സൂഫി സന്യാസിയായിരുന്ന സലീം ചിശ്തിയുടെ നിർദ്ദേശപ്രകാരമാണ് തൻ്റെ ഭാര്യ ജോധാബായിയോടൊപ്പം ഫത്തേപൂർ സിക്രിയിൽ താമസം ആരംഭിച്ചത്. അക്ബറിൻ്റെ ഭാര്യ ജോധാബായിയല്ല, പകരം അർക്കാബായിയാണെന്ന് ചില ചരിത്ര ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഫത്തേപൂർ സിക്രിയിൽ വെച്ചാണ് ജോധാബായിയിൽ ജഹാംഗീർ എന്ന കുഞ്ഞ് ജനിച്ചത്. ഫത്തേപൂർ സിക്രിയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് നമുക്ക് ഗൈഡിൻ്റെ കൂടെ നടന്നു നീങ്ങാം. ഇതാണ് അനൂപ് തലാവോ. ഒരു വാട്ടർ ടാങ്കിന് നടുവിലുള്ള പ്ലാറ്റ്ഫോമാണിത്. പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ ടാൻസനെ പോലുള്ളവർ അക്ബറിന് വേണ്ടി സംഗീത വിരുന്ന് ഒരുക്കിയിരുന്നത് ഇവിടെ വെച്ചാണ്. ഇതാണ് ദൗലത് ഖാന. 3 നിലകളുള്ള ഈ കെട്ടിടത്തിലാണ് അക്ബർ താമസിച്ചിരുന്നത്. ഇതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു അക്ബർ സംഗീത വിരുന്ന് ആസ്വദിച്ചിരുന്നത്. അക്ബറിൻ്റെ കാലത്ത് റോസ് വാട്ടർ ആയിരുന്നു വെള്ളത്തിന് പകരമായി ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അനൂപ് തലാവോയുടെ തൊട്ടടുത്തായി കാണുന്നത് അക്ബറിൻ്റെ ആദ്യ ഭാര്യയായ റുഖിയ ബീഗം സുൽത്താനയുടെ കിടപ്പറയാണ്. തുർക്കി വംശജയായ ഇവർ തുർക്കി സുൽത്താന എന്നും അറിയപ്പെട്ടിരുന്നു. ടർക്കിഷ് കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച ഈ കെട്ടിടം വളരെ മനോഹരമാണ്. വീതി കൂടിയ വരാന്തകൾ ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കെട്ടിടത്തിൻ്റെ വലതുഭാഗത്തായി ഒരു വലിയ പൂന്തോട്ടം കാണാം. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന റുഖിയ ബീഗം സുൽത്താന തൻ്റെ ഒഴിവു സമയങ്ങൾ ചിലവഴിച്ചിരുന്നത് ഈ പൂന്തോട്ടത്തിലാണ്. അക്ബറിൻ്റെ കിടപ്പറയായ ദൗലത് ഖാനയുടെ നേരെ എതിർവശത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പൂന്തോട്ടത്തോട് ചേർന്നുള്ള ഈ കെട്ടിടമാണ് ദിവാനി ആം. അക്ബർ ചക്രവർത്തി പൊതുജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ഇവിടെ വെച്ചാണ്. പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കുകയും അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതും ഇവിടെ വെച്ചാണ്. വിവിധ സമ്മേളനങ്ങൾ, പ്രാർത്ഥനകൾ, ആഘോഷങ്ങൾ എന്നിവ നടത്താനും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. ദിവാനി ആമിനോട് ചേർന്നുള്ള ഈ കെട്ടിടമാണ് ദിവാനി ഖാസ്. വിശിഷ്ട അതിഥികളെ സൽക്കരിക്കുകയും മന്ത്രിമാരും സൈന്യാധിപന്മാരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്ന സ്ഥലമാണിത്. ഈ കെട്ടിടത്തിൻ്റെ ഒത്ത നടുവിലായി കാണുന്ന തൂണിൻ്റെ നേരെ മുകളിൽ ഇരുന്നാണ് ചക്രവർത്തി മറ്റുള്ളവരുമായി ചർച്ചകൾ നടത്തിയിരുന്നത്. സന്ദർശകർ ഇരുന്ന ഗാലറികളാണിവ. ഇത് ഇവിടെയുണ്ടായിരുന്ന ഇസ്ലാമിക് സ്കൂൾ ആണെന്നാണ് ഗൈഡ് പറയുന്നത്. ഒറ്റക്കല്ലിൽ തീർത്ത ഇതിൻ്റെ മേൽക്കൂര വളരെ ശ്രദ്ധേയമാണ്. ഇത് അക്ബറിൻ്റെ ക്രിസ്ത്യൻ ഭാര്യ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 3 ഭാര്യമാർ ഫത്തേപൂർ സിക്രിയിൽ താമസിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇത് അക്ബറിൻ്റെ ഹിന്ദു ഭാര്യ ജോധാബായിക്ക് വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരമാണ്. മക്കളുണ്ടായി എന്ന കാരണത്താൽ അക്ബർ ചക്രവർത്തി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യയാണ് ജോധാബായി. അക്ബറിൻ്റെ ആദ്യത്തെ മകനായ ജഹാംഗീർ 4ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. രജപുത്ര രാജകുമാരിയായിരുന്നു ജോധാബായി. ജോധാബായിക്ക് പ്രത്യേകമായി നിർമ്മിച്ചു കൊടുത്ത വെജിറ്റേറിയൻ കലവറയാണിത്. ജിമിക്കി കമ്മലുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ജോധാബായിയുടെ കലവറയുടെ ചുമരുകൾ ജിമിക്കി കമ്മലിൻ്റെ കൊത്തുപണികൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ജോധാബായിയുടെ കൊട്ടാരത്തിനടുത്തുള്ള തൊഴുത്താണിത്. ഒട്ടകങ്ങളെയും കുതിരകളെയും കെട്ടാൻ ഈ തൊഴുത്ത് ഉപയോഗിച്ചിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകനായിരുന്ന ബീർബലിൻ്റെ കൊട്ടാരമാണിത്. ഇതാണ് പാഞ്ച് മഹൽ. അക്ബർ തൻ്റെ ഭാര്യമാർക്ക് ഒഴിവു സമയങ്ങൾ ചെലവിടുന്നതിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത 5 നിലകളുള്ള കെട്ടിടമാണിത്. ഇതാണ് ബുലന്ദ് ദർവാസ. 54 മീറ്റർ ഉയരമുള്ള ഈ കവാടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കവാടമാണ്. ഫത്തേപൂർ സിക്രിയിലെ പ്രധാന പള്ളിയായ ജമാ മസ്ജിദിലേക്കാണ് ഈ കവാടം കടന്നെത്തുന്നത്. വെള്ള നിറത്തിൽ കാണുന്ന ഈ കെട്ടിടം സലീം ചിശ്തിയുടെ ശവകുടീരമാണ്. ഇതിപ്പോൾ ഒരു മഖ്ബറയാണ്. ഇവിടെ ദിവസവും ധാരാളം സന്ദർശകർ എത്തുന്നുണ്ട്.
ഫത്തേപൂർ സിക്രിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.